37 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ ചരിത്രത്തിലെ നിർണായകമായ ഒരു സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 1989 MTയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ. അതിനു മുമ്പും അതിനുശേഷവും വടക്കൻ പാട്ടുകളെ അധികരിച്ചുകൊണ്ട് പല സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സിനിമ എങ്ങനെ മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമയായി നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് ഈ വീഡിയോ. 1989 വടക്കൻ പാട്ടിനെ അടിസ്ഥാനമാക്കി വടക്കൻ വീരഗാഥ എന്ന സിനിമ വരുമ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ രണ്ട് സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അതുവരെ പറഞ്ഞതിൽ നിന്ന് പുതിയതായി എന്താണ് ഈ സിനിമയ്ക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത്, MT ആണ് സിനിമ എഴുതുന്നത് എന്ന ആകാംക്ഷ. ഈ സംശയവും ആകാംക്ഷയും ഒത്തുചേർന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നു. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ നിരൂപക ശ്രദ്ധയും പ്രേക്ഷക ശ്രദ്ധയും ഒരുപോലെ പിടിച്ചുപറ്റി ജനപ്രിയ ചിത്രമാവുന്നു. 4 ദേശീയ അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഒരു വടക്കൻ വീരഗാഥ മാറുന്നു. ഉണ്ണിയാർച്ച എന്ന സിനിമയാണ് വടക്കൻ പാട്ടിനെ ബേസ് ചെയ്ത് മലയാളത്തിൽ വന്ന ആദ്യ സിനിമ. അതിന് ശേഷം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സിനിമ എല്ലാ കാലത്തും പ്രേക്ഷകർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം, മാനുഷിക സംഘർഷാവസ്ഥകളെ കൃത്യമായി MT അടയാളപ്പെടുത്തുന്നു എന്നതാണ്. ഈ സിനിമയിലെ ആദ്യ ഷോട്ട് 2 യുവാക്കൾ ഒരു കുത്തുവിളക്കും പിടിച്ച് ഒരു അറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. നേർത്ത വെളിച്ചം പഴമയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് MT അവിടെ നിന്ന് പുതിയൊരു കഥ കണ്ടെടുക്കുന്നതിന്റെ ആരംഭമാണ് ആ ഷോട്ട്. അവർ നേരെ ഇറങ്ങിച്ചെല്ലുമ്പോൾ എത്തുന്നത് ഒരു മുറിച്ചുരിക ഇരിക്കുന്നിടത്താണ്. ആന്റൺ ചെക്കോവിന്റെ പ്രശസ്തമായ ഗൺ തിയറി അനുസരിച്ച് ഒരു കഥയുടെ ആരംഭത്തിൽ ഒരു തോക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ കഥ തീരുന്നതിന് മുൻപ് ആ തോക്ക് ഉപയോഗിച്ചിരിക്കണം. കൃത്യമായി ആ ഗൺ തിയറി അഡാപ്റ്റ് ചെയ്ത ഒരു സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരഗാഥ. സിനിമയിൽ ആദ്യം കാണിക്കുന്ന ആ മുറിച്ചുരിക സിനിമയുടെ ഒരു സുപ്രധാന ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ ഒരു സിനിമയുടെ കഥ മുഴുവനായും പറയുക എന്ന രീതിയാണ് MT അവലംബിക്കുന്നത്. ഈ മുറിച്ചുരിക കാണുന്ന യുവാക്കൾ ആർച്ചയുടെയും ആരോമലിന്റെയും മക്കൾ, ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും. അവർ ഈ മുറിച്ചുരികയുടെ പിന്നാമ്പുറ കഥ അന്വേഷിച്ചു പോവുകയാണ്. അവിടെ തന്നെ അരിങ്ങോടരെ കൊല്ലാൻ ആരോമൽ ഉപയോഗിച്ച ചുരികയാണെന്നും ആ ചുരിക മുറിയാനുള്ള കാരണം ചന്തുവിന്റെ ചതിയാണെന്നും ആ ചന്തു പിന്നീട് ആരോമലിനെ കുത്തിക്കൊല്ലുകയാണെന്നും പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, ചന്തു ചതിച്ച ചതിയാണച്ച എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടും കൂടി കഴിയുന്നതോടെ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ കഥ പൂർണ്ണമായും പറഞ്ഞു തീരുന്നു. പിന്നീട് കാണിക്കുന്നത് വലിയ ചേകവരായ കണ്ണപ്പ ചേകവരെയാണ്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബാലൻ K നായരാണ്. ചന്തുവിന്റെ തലയെടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു അടവ് ഉപദേശിക്കുകയാണ്. തന്റെ ശിഷ്യരിൽ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആ അടവ് പേരക്കുട്ടികൾക്ക് ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണപ്പ ചേകവർ പറയുന്നത്, ഇതിനു മുൻപിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല, ഇങ്ങനെ ഒന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്നാണ്. ബാലൻ K നായർ അവതരിപ്പിക്കുന്ന കണ്ണപ്പ ചേകവരിൽ നിന്ന് നേരെ ക്യാമറ പോകുന്നത് ചന്തുവിന്റെ മുഖത്തേക്കാണ്. ചന്തു ആ സമയത്ത് അരിങ്ങോടരുടെ കളരിയിലാണ്. അവിടേക്ക് ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും കടന്നു വരുന്നു. അവർ വാതിലിൽ മുട്ടി വിളിച്ച് ചന്തു പുറത്തു വരുന്നു. അവരോട് സംസാരിച്ച് അംഗത്തിന് വിളിക്കുന്ന ചെറുബാല്യം വിട്ടുമാറാത്ത 2 കുട്ടികളോട് തൊടുക്കാൻ നിൽക്കാതെ അകത്തേക്ക് തിരിച്ചു പോകുന്ന ചന്തുവിനെ ആർച്ചയുടെ മകൻ ചന്തു അമ്മാവ എന്നാണ് വിളിക്കുന്നത്. ആ വിളി കേട്ട് ചന്തു കുറച്ചുനേരം മൗനത്തിൽ നിൽക്കുന്നു. ആ വിളി പിന്നീട് ചന്തു മാറ്റി പറയുന്നത് സിനിമയുടെ അവസാനത്തിലാണ്. എന്ന് വെച്ചാൽ കഥയ്ക്ക് പൂർണ്ണമായ ഒരു റൗണ്ട് ഷേപ്പ് കൊണ്ടുവരാൻ MT വാസുദേവൻ നായർക്ക് കഴിയുന്നു. ഈ സിനിമയിൽ പലപ്പോഴും വാക്കുകളെക്കാൾ ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള സങ്കേതം മൗനമാണ്. പല സന്ദർഭങ്ങളിലും ആ മൗനം കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിവാഹത്തിന് നിന്റെ ജ്യേഷ്ഠത്തി സമ്മതിച്ചോ എന്ന് ചന്തു ആർച്ചയുടെ അനുജനോട് ചോദിക്കുന്ന ഒരു രംഗത്തിൽ
അയാൾ തിരിച്ചു മറുപടി പറയുന്നത് ഊവെന്നും പറയാം ഇല്ലെന്നും പറയാം എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചന്തു കുറച്ചു നേരം മൗനത്തിൽ അമരുന്നുണ്ട്. കണ്ണപ്പ ചേകവർ അംഗത്തുണ പോകാൻ പ്രേരിപ്പിക്കുമ്പോൾ ചന്തു പഴയ പല അംഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് തുണ പോയതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ണപ്പ ചേകവർ പറയും, ഒന്നും നീ മറന്നിട്ടില്ല അല്ലേ? അവിടെയും ചന്തു ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ദീർഘമൗനം വരികയാണ്. ആ സമയത്ത് ക്യാമറ നേരെ പോകുന്നത് ആർച്ചയെ അവതരിപ്പിക്കുന്ന മാധവിയുടെ മുഖത്തേക്കാണ്. ചന്തു മറക്കാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണിയാർച്ച തന്നെയാണ്. ഈ സിനിമയിൽ മൗനത്തിന്റെ സൂക്ഷ്മമായ അവതരണം കാണാൻ കഴിയുന്ന മറ്റൊരു രംഗമുണ്ട്. ആരോമലിന് അംഗത്തുണ പോകാമെന്ന് വാക്കുകൊടുത്ത് അരിങ്ങോടരുടെ കളരിയിലേക്ക് എത്തുന്ന ചന്തുവിനോട് അരിങ്ങോടർ ചോദിക്കുന്ന ഒരു ചോദ്യം, നീയും പ്രാർത്ഥിക്കാറില്ലേ? ഇപ്പോൾ ആരു ജയിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്? അതിന് ദീർഘമായൊരു മൗനമാണ് ചന്തു അവലംബിക്കുന്നത്. അവിടെ ചന്തു അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആരോമലിന്റെ ജയമാണ് തന്റെ പ്രാർത്ഥനയെങ്കിൽ ഗുരുവിന്റെ മരണമാണ് തന്റെ ലക്ഷ്യം എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഗുരുവിന്റെ ജയമാണ് താൻ കാംക്ഷിക്കുന്നതെങ്കിൽ അവിടെ മരിക്കാൻ പോകുന്നത് മച്ചുനിയനാണ്. അതോടൊപ്പം തനിക്ക് എന്നേക്കുമായി താൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ആർച്ചയെ നഷ്ടപ്പെടുമെന്നതാണ്. ഇങ്ങനെ രണ്ടു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ചന്തുവിന്റെ മനസ്സിനെ മൗനം എന്ന സങ്കേതത്തിലൂടെ കടത്തിവിട്ടുകൊണ്ട് MT വാസുദേവൻ നായർ പ്രേക്ഷകർക്ക് അതിന്റെ ഉത്തരം ഫിൽ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. ഒരു മനുഷ്യന് അയാളുടെ മോഹമാണ് ഏറ്റവും വലിയ തടവറ സൃഷ്ടിക്കുന്നത് എന്ന് MT ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഉണ്ണിയാർച്ചയുടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ചന്തു ചെയ്യുന്ന ഒരു ആത്മകഥമുണ്ട്. പക മാറിയിരുന്നോ മനസ്സിൽ? ഇല്ലെന്ന് പറയുന്നതാണ് സത്യം. എന്റെ മോഹം, എന്റെ ധ്യാനം, എന്റെ രക്തത്തിൽ ഞരമ്പുകളിൽ 13-ാം വയസ്സു മുതൽ കയറിക്കൂടിയ ഉന്മാദം, അവളെയാണ് ഞാൻ ഇന്ന് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്ന ചന്തുവിന്റെ കഥാപാത്രം. അതിലുണ്ട് ഒരു മോഹത്തിൽ നിന്നാണ്. ആ മോഹത്തിൽ നിന്ന് മുക്തി നേടാനാവാത്തതാണ് ഏതൊരു മനുഷ്യ ജന്മത്തിന്റെയും എക്കാലത്തെയും പ്രശ്നമെന്ന് MT പറയുന്നു. ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തു എല്ലാ കാലത്തും അനുഭവിക്കുന്ന ഒരു പൈതൃകത്തിന്റെ പ്രശ്നമുണ്ട്, ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമുണ്ട്. മലയനോട് തൊടുത്തു മരിച്ച അച്ഛന്റെ പാരമ്പര്യത്തിന്റെ പ്രശ്നം. പല സന്ദർഭങ്ങളിലും ആ പാരമ്പര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അയാളെ പലരും ചവിട്ടി മെതിക്കുന്നുണ്ട്. മാനസികമായി അയാൾ തളർന്നു പോകുന്നുണ്ട്. ഈ സിനിമയിലെ ആദ്യഘട്ടത്തിൽ തന്നെ മമ്മൂട്ടിയുടെ ഒരു വോയിസ് ഓവർ നമുക്ക് കേൾക്കാം. അമ്മാവൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇത് സ്വന്തം വീടാണെന്ന് കരുതണമെന്ന് പറയുമ്പോൾ അയാൾക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം മലയനോട് തൊടുത്തു മരിച്ച ആളാണ് അയാളുടെ അച്ഛൻ. അയാൾ ചെന്നുകയറിയ പുത്തൂരം വീട്ടിലെ കുട്ടികളാണെങ്കിലോ ചൂതിന് സ്വർണ്ണ നാണയം വെച്ച് തായം കളിക്കുന്നു. അതുവരെ നമ്മൾ കേട്ടും കണ്ടും പരിചയിച്ചു പോകുന്നത് മുഴുവൻ ചൂതാട്ടമാണെങ്കിൽ അവിടെ MT ഉപയോഗിക്കുന്ന വാക്ക് തായം എന്നാണ്. പനങ്കുരു കൊണ്ട് കളിക്കുന്ന തായം. അങ്ങനെ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ ചിരപരിചിതമായ ഒരു അനുഭൂതിയിലേക്ക് ആ കളിയെ MT പറിച്ചു നടുന്നു. സമ്പത്തും സമ്പത്തില്ലായ്മയും തമ്മിലുള്ള അന്തരം ചന്തുവിന്റെ ആ ഗഹനമായ ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചന്തുവിനെ പോലെ വടക്കൻ പാട്ടിൽ ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ് അരിങ്ങോടർ ചേകവർ. ആനയെ മയക്കുന്ന അരിങ്ങോടർ എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അതിന് ക്യാപ്റ്റൻ രാജു ചെയ്ത അരിങ്ങോടർ എന്ന കഥാപാത്രത്തിലൂടെ MT തന്നെ മറുപടി പറയുന്നുണ്ട്. ഒരു ചേകവൻ ഒരിക്കലും ആനയെ മയക്കേണ്ട കാര്യമൊന്നുമില്ല. അരിങ്ങോടരെ കൊണ്ട് വെറുതെ അങ്ങനെ ഒരു വാചകം പറയിക്കുകയല്ല MT ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട്. ചേകവന്മാർ പലപ്പോഴും നേരിട്ട് അംഗം വെട്ടുന്നവരാണ്. അത് മറ്റൊരു മനുഷ്യനോട് മാത്രം. അവർ യുദ്ധമുഖത്ത് ആനയുമായും തേരുമായും ഗുസ്തി പിടിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ചേകവർക്ക് ആനയെ മയക്കേണ്ട കാര്യമില്ല എന്ന് അരിങ്ങോടരിലൂടെ MT പറയുന്നത്. ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഉയർത്തെണീക്കലാണ് അരിങ്ങോടരിലൂടെയും MT സാധ്യമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഉണ്ണിയാർച്ച മാത്രമായിരുന്നു ചന്തുവിന് പുത്തൂരം വീട്ടിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഏക പ്രേരണ. ആർച്ച അവിടെ നിന്ന് പടിയിറങ്ങുന്നതോടെ ചന്തുവും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ നിന്നിറങ്ങുന്ന ചന്തു നേരെ എത്തുന്നത് തന്നെ പോലെ അവഗണിക്കപ്പെട്ട, തന്നെ പോലെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട അരിങ്ങോടരുടെ അടുത്താണ്.
അരിങ്ങോടരുടെ കളരിയിലെത്തുന്ന ചന്തു ഗുരുവിനോട് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അവസാനം വരെയും എന്തെങ്കിലും പഠിക്കാനുണ്ടല്ലോ എന്നാണ്. അതിന് മറുപടിയായി അരിങ്ങോടർ പറയുന്നതാകട്ടെ, അവസാനത്തെ പാഠം പഠിക്കാൻ ആർക്കും അവസരമുണ്ടായി എന്ന് വരില്ല എന്നാണ്. എത്രത്തോളം ദാർശനികമായി നിൽക്കുന്ന ഒരു ചിന്തയാണത്. ഒരു മനുഷ്യനും അവസാന പാഠം പഠിച്ചിട്ടല്ല ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകുന്നത്. അക്കാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയോടുള്ള എം.ടി. വാസുദേവൻ നായരുടെ അമർഷം അദ്ദേഹം രേഖപ്പെടുത്തുന്നതും ഇതേ അരിങ്ങോടരുടെ ഒരു സംഭാഷണത്തിലൂടെയാണ്. തനിക്ക് വേണ്ടി അംഗത്തിൽ അരിങ്ങോടർ തന്നെ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ച് നാടുവാഴി അവിടെ നിന്ന് പോകുമ്പോൾ അരിങ്ങോടർ ചന്തുവിനോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. മുള്ളുമൂത്ത മീനിനും വരിക്കപ്ലാവിന്റെ ചക്കയ്ക്കും വേണ്ടിയാണ് ഈ വേന്ദ്രന്മാർ അംഗം വെട്ടുന്നതെന്ന്. ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയെ ഒരു എഴുത്തുകാരന് തള്ളിപ്പറയാൻ പറ്റുക? മീനിന്റെയോ ഒരു ചക്കയുടെയോ വില പോലും മനുഷ്യജീവന് കൊടുക്കാത്ത കാലഘട്ടമാണ് ഫ്യൂഡൽ കാലമെന്ന് ഇതിലും ശക്തിയായി എങ്ങനെയാണ് ഒരു എഴുത്തുകാരനെ പറഞ്ഞു വെക്കാൻ പറ്റുക? അതേ നാടുവാഴി അരിങ്ങോടരോട് പറയുന്ന മറ്റൊരു സംഭാഷണമുണ്ട്. അവിടെ 2 ഭാഗത്തായി മരിച്ച ആളുകളുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് മറുപടിയായി അരിങ്ങോടർ പറയുന്നത് അംഗമാകുമ്പോൾ ഒരു സാധുവേ മരിക്കൂ എന്നാണ്. അപ്പോഴും മരിക്കുന്നവൻ സാധുവാണ്. ആ സാധുവിനെ വെച്ച്, അയാളുടെ ജീവൻ വെച്ച് സമ്പാദ്യത്തിന്റെ കെട്ടുറപ്പിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത്. ഇങ്ങനെ ചികഞ്ഞിറങ്ങിയാൽ എം.ടിയുടെ മറ്റു പല രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും. അത്തരത്തിലൊന്നാണ് ആർച്ചയുടെ കല്യാണം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് ചന്തു ആരോമലുമായി സംസാരിക്കുമ്പോൾ ആരോമൽ പറയുന്ന ഒരു ഡയലോഗ്, അതൊരു ആചാരമല്ലേ, കാരണവന്മാരുടെ ആചാരം, കുട്ടികളെ കൊണ്ടൊരു പൊട്ടൻ കളി എന്നാണ്. തന്റെ ബാല്യത്തിൽ താലി കെട്ടിയതിനെ കുറിച്ച് ചന്തു സംസാരിക്കുമ്പോഴാണ് ആരോമൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അതൊരിക്കലും ആരോമലിന്റെ പ്രതികരണമല്ല. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളിൽ പെട്ട് ജീവിക്കുന്ന ഒരു ചേകവൻ ഒരിക്കലും അത്തരം ഒരു സംഭാഷണം പറയുകയുമില്ല. അത് പറയുന്നത് തീർച്ചയായും ആ കഥയ്ക്കകത്ത് നിൽക്കുന്ന എം.ടി. വാസുദേവൻ നായർ എന്ന കഥാകാരനാണ്. മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി നമുക്ക് വേണമെങ്കിൽ ആർച്ചയെ പറയാം. അതിന് പല ഉദാഹരണങ്ങളും ഈ സിനിമയിലെ സംഭാഷണങ്ങളിലൂടെ എം.ടി. അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെയാണ്. ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ അച്ഛ എന്ന് പറയുന്ന ആർച്ച, സ്വന്തം മകനെ അംഗത്തിന് പറഞ്ഞയക്കുന്ന ആർച്ച. അംഗത്തിന് പോകുന്ന മകനോട് ആർച്ച പറയുന്നത് നേരിട്ട് വെട്ടിമരിച്ചാൽ വീട്ടേക്കു മാനം തന്നെ എന്നാണ്. സ്വന്തം മകന്റെ മരണം പോലും ഒരു വീടിന്റെ അഭിമാന പ്രശ്നമാണ്, അഭിമാനത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം, അത് നേരിട്ട് വിട്ട് മരിക്കുന്നതാണ് എന്ന് പറയുന്ന പെൺകരുത്താണ് ആ ഒരു ഡയലോഗിലൂടെ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ പതനം ആയുധം കൊണ്ടല്ല, സ്നേഹിക്കുന്നവരുടെ, ഉറ്റവരുടെ അവഗണന കൊണ്ടാണ് എന്ന് ചന്തുവിലൂടെ കാണിച്ചു തരുന്നുണ്ട് എം.ടി. വാസുദേവൻ നായർ. ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമായി തോന്നിപ്പിക്കുന്ന പുത്തൂരം വീട്ടിലെ ആ പഴയ അടവോ, അതോ പരിചയ്ക്ക് പൂഴിവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ എന്ന് ചോദിക്കുന്ന ചന്തു തന്നെ ജയിക്കാൻ ആണായി പിറന്ന ആർക്കുമാവില്ലെന്ന് തന്റെ വീരേതിഹാസം പറയുന്നതിനോടൊപ്പം കുറച്ചു കഴിഞ്ഞ് മറ്റൊരു ഡയലോഗ് കൂടി പറയുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ, അയാളുടെ മാനസിക സംഘർഷങ്ങൾ, അയാളുടെ പരാജയത്തിന്റെ പരകോടി എല്ലാം ആ ഒരു ഡയലോഗിലൂടെ ചന്തുവിലേക്ക് എം.ടി. വാസുദേവൻ നായർ എന്ന കഥാകൃത്തിന് എഴുതി ചേർക്കാൻ സാധിക്കുന്നു. മനുഷ്യരുടെ വേദനകളും അവഗണനകളും എല്ലാ കാലത്തും മറ്റു മനുഷ്യരെ വേദനിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വടക്കൻ വീരഗാഥ എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമയായി അക്കാലത്തും ഇക്കാലത്തും ഇനി വരാനുള്ള കാലത്തും നിലനിൽക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ചതിയൻ ചന്തുവിൽ നിന്ന് അവഗണിക്കപ്പെട്ട ചന്തുവിലേക്കുള്ള പരകായ പ്രവേശം, അതുവരെ ഉണ്ടായിരുന്ന ആനയെ മയക്കുന്ന അരിങ്ങോടരിൽ നിന്ന് എല്ലാ വേദനകളുമുള്ള എല്ലാ അവഗണനകളും ഏറ്റുവാങ്ങിയ പലതരം ആക്ഷേപങ്ങൾക്ക് വിധിക്കപ്പെട്ട അരിങ്ങോടരിലേക്കുള്ള പരിവർത്തനം. ഇത്തരം പരിവർത്തനങ്ങളിലൂടെയാണ് വടക്കൻ വീരഗാഥ കരുത്തുറ്റ മലയാള സിനിമ സൃഷ്ടിയായി മാറിയത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉറ്റവരാൽ, ഉടയവരാൽ അവഗണിക്കപ്പെട്ട ഒരു നിമിഷമെങ്കിലും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ടാകും. ആ പുകച്ചിൽ ചന്തുവിലേക്ക് എം.ടിയിലെ എഴുത്തുകാരൻ എഴുതി വയ്ക്കുമ്പോൾ അത് അതേ ആഴത്തിൽ, അതേ വേദനയിൽ, അതേ നൊമ്പരത്തിൽ
പ്രേക്ഷകരിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. MT അതുവരെ നിലനിന്നു പോന്നിരുന്ന വടക്കൻ പാട്ട് സിനിമകളിലെ സംഭാഷണ രീതികളിൽ നിന്ന് പുതിയൊരു രീതിയിലേക്ക് ഈ സിനിമയിലെ സംഭാഷണങ്ങളെ പതിച്ചു വെക്കുന്നുണ്ട്. 2 തരത്തിലാണ് അത് ചെയ്യുന്നത്. ഒന്ന്, അതുവരെ നിലനിന്നു പോന്നിരുന്ന സംഭാഷണ രീതികളിലെല്ലാം നമുക്ക് പലപ്പോഴും ഒരു എൻ പ്രത്യയത്തോടുകൂടി വാക്യങ്ങൾ അവസാനിക്കുന്നത് കാണാമായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരെങ്കിലും വരുമ്പോൾ ഇരിക്കിൻ എന്നാണ് പറയാറ്. അതുപോലെ കുടിക്കിൻ, വാളെടുക്കിൻ എന്നൊക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാറ്. എന്നാൽ MT വാസുദേവൻ നായർ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംഭാഷണ രീതിയിൽ വാളെടുക്ക്, കുടിക്ക്, ഇരിക്ക് തുടങ്ങിയ മാനക മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വള്ളുവനാടൻ ഭാഷാ രീതിയിലേക്ക് ഇതിലെ സംഭാഷണങ്ങളെ മാറ്റി. രണ്ടാമത് MT ചെയ്യുന്നത് ഇവയ്ക്ക് കാവ്യാത്മകമായൊരു ഭംഗി കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതാണ്. അതിൽ അദ്ദേഹം കൃത്യമായി വിജയിക്കുന്നുമുണ്ട്. ചന്തുവിനോട് അംഗത്തിന് വരുന്ന ആരോമലുണ്ണിയോടും കണ്ണപ്പനുണ്ണിയോടും ചന്തു പറയുന്ന ഒരു ഡയലോഗ് സീക്വൻസ് ഉണ്ട്. ചന്തുവായി അഭിനയിക്കുന്ന മമ്മൂട്ടിയുടെ മുഴുവൻ രൂപവും സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് ആ ഡയലോഗ്. ചന്തുവിനെ കുറിച്ച് പല കാലങ്ങളിൽ പലതരത്തിൽ പാടിപ്പതിഞ്ഞ ഒരു പാട്ടാണത്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പോൾ എടുക്കാൻ മറന്നുപോയെന്ന് കള്ളം പറഞ്ഞവൻ ചന്തു. അംഗത്തളർച്ചയോടെ കിടക്കുന്ന ചേകവന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് കുത്തിത്താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. MT അത്രയും പൊയറ്റിക്കായി ഈ ഡയലോഗുകൾ എഴുതി വെക്കുകയും അതിന്റെ കൃത്യം മീറ്റർ പിടിച്ചുകൊണ്ട് മമ്മൂട്ടിയിലെ മഹാനടൻ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പല ഡയലോഗുകളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ബാലൻ കെ നായരുടെ കണ്ണപ്പ ചേകവർ പറയുന്ന ഒരു ഡയലോഗാണ്, ആള് പോകും നാട്ടിലെല്ലാം ആള് പോണം, ഓല പോകും നാട്ടിലെല്ലാം ഓല പോണം. അതിസുന്ദരമായ ഒരു കവിതയുടെ 2 വരികൾ പോലെ എഴുതി വച്ചിട്ടുള്ള സംഭാഷണം. അത് അത്രയും മാധുര്യത്തോടെ, അത്രയും സൗകുമാര്യത്തോടെ, അത്രയും സുന്ദരമായി തന്നെ ബാലൻ കെ നായർ എന്ന നടൻ പറയുകയും ചെയ്യുന്നു. പലപ്പോഴും ചന്തു നായകനാകുമ്പോൾ ആരോമൽ വില്ലനാകുന്നു എന്നൊരു കൺസെപ്റ്റ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരോമൽ ഒരു വില്ലനാണോ? വീണ്ടും വീണ്ടും വടക്കൻ വീരകഥ കാണുമ്പോൾ ആരോമൽ ഒരിക്കലും ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് നമുക്ക് തോന്നില്ല. അയാളുടെ കുടുംബത്തിനെ, അയാളുടെ സഹോദരിയെ, അയാളുടെ സഹോദരനെ, അച്ഛനെ, അമ്മയെ എല്ലാം അത്രയധികം സ്നേഹിച്ചിരുന്നു. സമ്പത്തിന്റെ സുഖലോലുപതയിൽ ജീവിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇളന്തളർ മഠത്തിൽ നിന്ന് ചന്തുവിനെ തന്റെ അച്ഛൻ പുത്തൂരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അച്ഛന് പലപ്പോഴും മകനോടുള്ളതിനേക്കാൾ സ്നേഹം മരുമകനോട് തോന്നുന്നു. സ്വാഭാവികമായും ആരോമലിന്റെ കുഞ്ഞു മനസ്സിൽ അതൊരു കല്ലുകടിയും വേദനയുമായി മാറും. ഈ സിനിമയില് ബാലൻ കെ നായരുടെ കണ്ണപ്പ ചേകവരും മമ്മൂട്ടിയുടെ ചന്തുവും വരുന്ന പല സീക്വൻസുകളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് രസകരവും സുന്ദരവുമായ ഒരു കാര്യം കാണാൻ സാധിക്കും. ആ ഫ്രെയിമുകളിൽ ചിലതിലെല്ലാം ആരോമലുമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ചന്തുവിനും കണ്ണപ്പ ചേകവർക്കും ഒരേ കോസ്റ്റ്യൂമാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അവരുടെ മനസ്സിന്റെ ഐക്യം വേഷവിധാനത്തിലൂടെ എടുത്തു കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം അച്ഛൻ തന്നേക്കാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ, തന്റെ കഴിവിനേക്കാൾ മറ്റൊരാളുടെ കഴിവിനെ അഭിനന്ദിക്കുന്നു എന്ന് തോന്നുമ്പോൾ, ഒരു മകനിൽ സ്വാഭാവികമായും വന്നു ചേരാവുന്ന ഒരു അസൂയയുടെ നേർത്ത കണികയാണ് ആരോമലിലും വളർന്നു വരുന്നത്. അയാൾക്ക് മറ്റെന്തിനേക്കാളും വലുത് തന്റെ കുടുംബമായിരുന്നു എന്ന് പറയുന്ന ഒരു രംഗം ഈ സിനിമയിൽ തന്നെയുണ്ട്. അരിങ്ങോടർ ചേകവർക്കെതിരെ നിൽക്കാൻ പോകുന്നത് ആരോമലാണ്. പണക്കിഴി എണ്ണം പറഞ്ഞു വെക്കുന്ന ഒരു സീൻ കാണാം. അത് കഴിഞ്ഞ് കളരിയിലിരിക്കുന്ന ആരോമലിനോട് അനുജൻ ഉണ്ണിക്കണ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജ്യേഷ്ഠനെ വിറ്റ് കിട്ടിയ പണം എടുക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു. അതിന് മറുപടിയായി ആരോമൽ പറയുന്നത്, പുത്തൂരം വീട്ടിലെ 3 തലമുറയ്ക്ക് കഴിയാനുള്ള പണം നാടുവാഴിയെ കൊണ്ട് വെപ്പിച്ചു എന്നാണ്. സ്വന്തം ജീവൻ പോയാലും തന്റെ കുടുംബത്തിലെ പല തലമുറകൾ സുഖമായി ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അംഗത്തിന് പുറപ്പെടുന്ന ആരോമൽ, അയാൾ അവിടെ കാണുന്നത് അച്ഛനെ അംഗത്തിന് പറഞ്ഞയച്ച് കൊല്ലിച്ചു എന്ന അപഖ്യാതി ഉണ്ടാക്കാതിരിക്കാനുള്ള ഏക പോംവഴി തന്റെ മരണമാണ് എന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ ബന്ധങ്ങളിൽ പെട്ട് എങ്ങനെയാണ് ഉഴലുന്നത് എന്നാണ് MT
വടക്കൻ വീരഗാഥയിലെ ചന്തുവിലൂടെ പറയുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ തന്നെ എടുത്തു വളർത്തിയ അമ്മാവൻ, തന്റെ മച്ചുനൻ, താൻ ഏറ്റവും അധികം സ്നേഹിച്ച തന്റെ കാമുകി, തനിക്ക് ഭക്ഷണം വിളമ്പിയ അമ്മായി, ഇവരോടുള്ള കടപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു സഞ്ചരിക്കാനാകാതെ വരുന്ന ഒരു മനുഷ്യന്റെ വേദന, അയാളുടെ ആത്മസംഘർഷങ്ങൾ. പലപ്പോഴും ബാലൻ കെ നായർ അവതരിപ്പിക്കുന്ന കണ്ണപ്പച്ചേകവർ ഞാനാണ് നിന്നെ എടുത്തു വളർത്തിയതെന്നും എനിക്ക് നിന്നിൽ അവകാശമുണ്ടെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ആ സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ കഴിയാതെ നിൽക്കുന്ന ചന്തുവിനെ നമുക്ക് പലപ്പോഴും കാണാം. ഭാഷ, മൗനം, സ്ഥലബിംബങ്ങൾ തുടങ്ങി പലതരത്തിൽ മലയാള പ്രേക്ഷകരെ ഒന്നടങ്കം കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വടക്കൻ പാട്ടിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചതിയുടെയും വഞ്ചനയുടെയും കഥയെ മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് MT വാസുദേവൻ നായർ മലയാളത്തിലെ ക്ലാസിക് സിനിമയായ ഒരു വടക്കൻ വീരഗാഥ 1989 എഴുതി പൂർത്തിയാക്കുന്നത്. ഈ സിനിമയിലെ സ്ഥലബിംബങ്ങൾ പലതും MTക്ക് സുപരിചിതമായ സ്ഥലങ്ങളാണ്. ആലത്തൂര്, ആലത്തിയൂര് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ സിനിമയിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഇതിലെ ആലത്തിയൂർ എന്ന് പറയുന്നത് പൊന്നാനിക്കടുത്തുള്ള ഒരു സ്ഥലവും ആലത്തൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലവുമാണ്. അതായത് MT തനിക്ക് സുപരിചിതമായ സ്ഥലങ്ങളെയാണ് ഈ കഥയുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ നമുക്കെല്ലാം സുപരിചിതമായ വടക്കൻ പാട്ട് കഥയെ പുതിയൊരു തലത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട്, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ ഭാഷയിൽ കഥ പറഞ്ഞുകൊണ്ട്, കഥാപാത്രങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് എല്ലാമാണ് മലയാള സിനിമയിലെ ക്ലാസിക് സിനിമയായി മാറിയ വടക്കൻ വീരഗാഥ MT മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. 1961 ഉണ്ണിയാർച്ചയിൽ നിന്ന് 1989 ഒരു വടക്കൻ വീരഗാഥയിലേക്ക് എത്തുമ്പോൾ MT എന്ന മഹാനായ എഴുത്തുകാരൻ തന്റെ ദാർശനിക ബോധങ്ങളെ, തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ, തന്റെ ഭാഷാ പ്രയോഗങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു ക്ലാസിക് തിരക്കഥ നൽകിക്കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച, എക്കാലത്തെയും ഐക്കോണിക്കായ ഒരു സിനിമ തന്നെ സമ്മാനിച്ചിരിക്കുന്നു. ആ സിനിമ എല്ലാ കാലത്തും ചലച്ചിത്ര പഠന വിദ്യാർത്ഥികളിൽ ഒരു പാഠപുസ്തകമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും.